ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. ഞാൻ ദിവ്യ. 1999 ഡിസംബർ 24 ഇന്ത്യൻ എയർലൈൻസിൻ്റെ ഫ്ലൈറ്റ് നമ്പർ 814 നേപ്പാളിലെ കാഠ്മണ്ഡുവിലെ ത്രിഭുവൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്നും ഡൽഹിയിലെ ഇന്ദിരാഗാന്ധി ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് ടേക്ക് ഓഫ് ചെയ്തു. 1.5 മണിക്കൂർ മാത്രം നീണ്ടു നിൽക്കേണ്ട ഒരു യാത്രയായിരുന്നു അത്. എന്നാൽ ആ യാത്ര അവസാനിച്ചത് ഡിസംബർ മാസം തന്നെ 31 ഏവിയേഷൻ ഇൻഡസ്ട്രിക്ക് തന്നെ ഏറ്റവും വലിയ ഭീഷണിയായ ഹൈജാക്കിംഗ് തന്നെയായിരുന്നു ആ വിമാനത്തിലും സംഭവിച്ചത്. ഇന്നത്തെ വീഡിയോ ഇന്ത്യൻ എയർലൈൻസ് ഫ്ലൈറ്റ് നമ്പർ 814 ഹൈജാക്കിൻ്റെതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇൻഫർമേറ്റീവ് ആവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ കാണാം. 1999 ഡിസംബർ 24 ഇന്ത്യൻ എയർലൈൻസിൻ്റെ വിമാനം ഡിപ്പാർച്ചറിന് വേണ്ടി റെഡി ആവുകയാണ്. ഈ വിമാനത്തിൽ അന്ന് യാത്ര ചെയ്യുന്നത് 176 യാത്രക്കാരും 15 ക്രൂ മെമ്പേഴ്സുമാണ്. ഇതിൽ 3 ഫ്ലൈറ്റ് ക്രൂ ആണുള്ളത്. ക്യാപ്റ്റൻ, ഫസ്റ്റ് ഓഫീസർ, അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ഒരു ഫ്ലൈറ്റ് എഞ്ചിനീയർ. 3 പേരും വളരെയധികം എക്സ്പീരിയൻസ് ഉള്ളവരാണ്. ക്യാബിനിലുള്ളത് 12 ക്യാബിൻ ക്രൂ മെമ്പേഴ്സാണ്. അതിൽ സീനിയർ ക്യാബിൻ ക്രൂ മെമ്പർ മിസ്റ്റർ അനിൽ ശർമ്മയാണ്. അങ്ങനെ അവർ ഡിപ്പാർച്ചറിന് വേണ്ടി റെഡി ആവുന്നു. അന്ന് യാത്ര ചെയ്യുന്നവരിൽ കൂടുതലും ഇന്ത്യൻ നാഷണൽസ് തന്നെയാണ്. കുറച്ച് നേപ്പാൾ നാഷണൽസ് ഉണ്ട്. കൂടാതെ വളരെ കുറച്ച് ഫോറിനേഴ്സും അന്ന് ഇന്ത്യയിലേക്കുള്ള യാത്രയിലുണ്ട്. ഇന്ത്യൻ എയർലൈൻസ് അന്ന് യൂസ് ചെയ്യുന്നത് എയർബസ് 300 വിമാനമാണ്. ഇത് എയർബസിൻ്റെ ആദ്യത്തെ പ്രൊഡക്ഷനാണ്. ട്വിൻ എൻജിൻ ഡബിൾ ഐൽ വൈഡ് ബോഡി എയർലൈനറാണ്. ഈ എയർക്രാഫ്റ്റിൻ്റെ റേഞ്ച് ഏകദേശം 5300 കിലോമീറ്റർ ആണ്. അതുകൂടാതെ ഇപ്പോഴും സർവീസിലുള്ളൊരു എയർക്രാഫ്റ്റാണ് ഇത്. അങ്ങനെ അന്ന് എയർക്രാഫ്റ്റ് ഡിപ്പാർച്ചറിന് വേണ്ടി റെഡിയായി. പൈലറ്റ്സ് ATC കോൺടാക്ട് ചെയ്തു. തങ്ങൾക്ക് ഗേറ്റിൽ നിന്നും പുഷ് ബാക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പെർമിഷൻ ആവശ്യപ്പെട്ടു. അങ്ങനെ ഗേറ്റിൽ നിന്നും പുഷ് ബാക്ക് ചെയ്ത എയർക്രാഫ്റ്റ് ടാക്സിവേയിൽ വരികയും അവിടെ നിന്നും റൺവേയിലേക്ക് എൻ്റർ ചെയ്തതിന് ശേഷം റൺവേ 12 നിന്നും ടേക്ക് ഓഫ് ചെയ്തു, ഡൽഹി ഇൻ്റർനാഷണൽ എയർപോർട്ട് ലക്ഷ്യമാക്കിയിട്ട്. അങ്ങനെ ടേക്ക് ഓഫ് ചെയ്ത എയർക്രാഫ്റ്റ് കുറച്ച് സമയങ്ങൾക്ക് ശേഷം തന്നെ ഇന്ത്യൻ എയർ സ്പേസിൽ പ്രവേശിച്ചു. ക്യാപ്റ്റൻ സീറ്റ് ബെൽറ്റ്സ് ഓഫ് ചെയ്തു. ക്യാബിൻ ക്രൂ അവരുടെ മീൽ സർവീസ് തുടങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. ഇൻ്റർനാഷണൽ ഫ്ലൈറ്റ് ആയതുകൊണ്ട് തന്നെ ആൽക്കഹോൾ സർവീസാണ് ആദ്യം തുടങ്ങുന്നത്. എന്നാൽ സർവീസ് തുടങ്ങുന്നതിന് മുൻപായിട്ട് കോക്പിറ്റ് ക്രൂവിനെ സെർവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സീനിയർ ക്യാബിൻ ക്രൂ മെമ്പർ അനിൽ ശർമ്മ അവർക്ക് വേണ്ടിയിട്ട് ടീ കോഫി റെഡിയാക്കുകയും അദ്ദേഹം കോക്പിറ്റിൽ പ്രവേശിക്കുകയും ചെയ്തു. അന്നത്തെ കോക്പിറ്റ് ഇന്നത്തെ പോലെ ബുള്ളറ്റ് പ്രൂഫോ അല്ലെങ്കിൽ ലോക്ക്ഡോ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനോ അല്ല. ഈ കോക്പിറ്റിനകത്തേക്ക് എപ്പോൾ വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും പ്രവേശിക്കാം എന്നുള്ള രീതിയിലാണ് അന്നത്തെ കോക്പിറ്റിൻ്റെ ഡിസൈൻ. അതൊരിക്കലും ലോക്ക് ചെയ്ത് വെക്കാറില്ല. ഈ കോക്പിറ്റിൻ്റെ ലോക്കിംഗ് മെക്കാനിസം ആ ഒരു രീതി വന്നത് 9/11 അറ്റാക്കിന് ശേഷമാണ്. ഇത് പറയാനുള്ള കാരണം, ഈ അനിൽ ശർമ്മ കോക്പിറ്റിൽ നിന്നും തിരിച്ച് ഇറങ്ങി വന്ന സമയത്ത് അദ്ദേഹം തൻ്റെ മുന്നിൽ കാണുന്നത് മാസ്ക് ധരിച്ച ഒരു യാത്രക്കാരനെയാണ്. ഈ മാസ്ക് ധരിച്ച യാത്രക്കാരൻ കയ്യിലുണ്ടായിരുന്ന തോക്ക് ചൂണ്ടി അനിൽ ശർമ്മയോട് കോക്പിറ്റ് ഓപ്പൺ ചെയ്യാൻ ആവശ്യപ്പെടുകയായിരുന്നു. അദ്ദേഹത്തിന് വേറെ മാർഗമില്ലായിരുന്നു. അദ്ദേഹം കോക്പിറ്റ് ഓപ്പൺ ചെയ്ത് ഇതിനകത്ത് പ്രവേശിച്ച അക്രമി പൈലറ്റിനോട് തങ്ങൾ ഈ എയർക്രാഫ്റ്റ് ഹൈജാക്ക് ചെയ്യുകയാണ് എന്ന് പറയുകയും എയർക്രാഫ്റ്റ് വെസ്റ്റിലേക്ക് ഫ്ലൈ ചെയ്യാൻ ആവശ്യപ്പെടുകയും ചെയ്തു. പൈലറ്റ് വളരെ പെട്ടെന്ന് ഭയചകിതനായി. എങ്കിൽ പോലും തൻ്റെ കയ്യിൽ മറ്റൊരു മാർഗമില്ല എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അദ്ദേഹം എയർക്രാഫ്റ്റ് വെസ്റ്റിലേക്ക് ഫ്ലൈ ചെയ്യാൻ തുടങ്ങി. എയർക്രാഫ്റ്റ് പാകിസ്ഥാനിലെ ലാഹോറിലേക്ക് ഫ്ലൈ ചെയ്യാനാണ് അക്രമി ആവശ്യപ്പെട്ടത്. എന്നാൽ ലാഹോർ വരെ പോകാനുള്ള ഇന്ധനം തൻ്റെ കയ്യിലില്ല എന്ന് ക്യാപ്റ്റൻ പറയുകയുണ്ടായി. ഇന്ധനം ഇല്ലെങ്കിൽ പോലും ലാഹോറിലേക്ക് തന്നെ ഫ്ലൈ ചെയ്യണം എന്ന് ഈ അക്രമി പൈലറ്റിനോട് ആവശ്യപ്പെട്ടു. ഇന്ധനമില്ലാതെ എയർക്രാഫ്റ്റിന് ഫ്ലൈ ചെയ്യാൻ സാധിക്കില്ലെന്നും ഡൽഹി വരെ മാത്രം പോകാനുള്ള ഇന്ധനം മാത്രമേ തൻ്റെ കയ്യിലുള്ളൂവെന്നും പൈലറ്റ് ആവർത്തിക്കുകയുണ്ടായി. ഡൽഹിയിൽ ലാൻഡ് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നീട് എവിടെ ലാൻഡ് ചെയ്യാൻ സാധിക്കുമെന്ന് അക്രമി പൈലറ്റിനോട് ചോദിച്ചു. അതിന് മറുപടിയായിട്ട് അദ്ദേഹം പറഞ്ഞത് ബോംബെ, അഹമ്മദാബാദ് എന്നീ 2 എയർപോർട്ടുകളെ പറ്റിയിട്ടാണ്. എന്നാൽ ബോംബെയും അഹമ്മദാബാദും വരെ പോകാനുള്ള ഇന്ധനം ഈ എയർക്രാഫ്റ്റിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലാഹോർ വരെ എയർക്രാഫ്റ്റിന് ഫ്ലൈ ചെയ്യാൻ സാധിക്കുമെന്ന് അക്രമി പറയുകയുണ്ടായി. ക്യാപ്റ്റന് ഒരു കാര്യം മനസ്സിലായി. കാരണം ഈ അക്രമി എന്ത് തന്നെയായാലും ഒരു ഹോംവർക്ക് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. എയർക്രാഫ്റ്റിനെ പറ്റിയിട്ടും എയർക്രാഫ്റ്റിൽ ക്യാരി ചെയ്യാൻ പറ്റുന്ന ഫ്യൂവലിനെ പറ്റിയിട്ടും അക്രമിക്ക് കൃത്യമായിട്ടുള്ളൊരു ധാരണയുണ്ട്. അതുകൊണ്ട് തന്നെ തൻ്റെ കയ്യിൽ മറ്റൊരു മാർഗവും ഇല്ല എന്ന് ക്യാപ്റ്റന് മനസ്സിലാവുകയും ലാഹോർ ലക്ഷ്യമാക്കി ക്യാപ്റ്റൻ എയർക്രാഫ്റ്റ് ഫ്ലൈ ചെയ്യുകയുമാണ് ചെയ്തത്. ഇതിനിടയ്ക്ക് ക്യാബിനിൽ ആയുധധാരികളായ 4 യാത്രക്കാർ, മാസ്ക് ധരിച്ച യാത്രക്കാർ, അതിലുണ്ടായിരുന്ന സാധാരണ യാത്രക്കാരെ സെഗ്രിഗേറ്റ് ചെയ്യാൻ തുടങ്ങിയിരുന്നു. ഈ യാത്രക്കാരെ, കുട്ടികളെയും സ്ത്രീകളെയും വയസ്സായവരെയും എയർക്രാഫ്റ്റിൻ്റെ പുറകുഭാഗത്തേക്കും ബാക്കിയുള്ള പുരുഷന്മാരെ എല്ലാം തന്നെ മുന്നിലേക്ക് മാറ്റുകയാണ് ഈ അക്രമികൾ ആദ്യം ചെയ്തത്. തങ്ങൾ എയർക്രാഫ്റ്റ് ഹൈജാക്ക് ചെയ്തിരിക്കുന്നു എന്ന് അവർ യാത്രക്കാരോട് വിളിച്ചു പറയുകയും യാത്രക്കാരെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. അവരുടെ കയ്യിലുണ്ടായിരുന്ന ആയുധങ്ങൾ വെച്ചിട്ട് തന്നെയായിരുന്നു അവർ യാത്രക്കാരെ ഭീഷണിപ്പെടുത്തിയത്. അങ്ങനെ ഇതിനിടയ്ക്ക് ഈ കോക്പിറ്റിനകത്ത് അക്രമി കാണാതെ ക്യാപ്റ്റൻ ഹൈജാക്ക് ട്രാൻസ്പോണ്ടർ കോഡ് പ്രസ് ചെയ്യുകയും അങ്ങനെ ഇന്ത്യൻ ATCക്ക് IC-814 എന്ന വിമാനം ഹൈജാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്ന് മനസ്സിലാവുകയും ചെയ്തു.
അങ്ങനെ എയർക്രാഫ്റ്റ് ലാഹോർ ലക്ഷ്യമാക്കി ഫ്ലൈ ചെയ്തുകൊണ്ടിരുന്നു. ലാഹോർ ATCയെ ക്യാപ്റ്റൻ കോൺടാക്ട് ചെയ്തു. എന്നാൽ ഈ വിമാനം ഹൈജാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്ന് ക്യാപ്റ്റൻ ലാഹോർ ATCയോട് വ്യക്തമാക്കി തങ്ങൾക്ക് ലാൻഡ് ചെയ്യാനുള്ള പെർമിഷൻ നൽകണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. എന്നാൽ ഇന്ത്യൻ രജിസ്ട്രേഷനിലുള്ളൊരു വിമാനം, അതും ഹൈജാക്ക് ചെയ്യപ്പെട്ടൊരു വിമാനം, തങ്ങളുടെ മണ്ണിൽ എന്തായാലും ലാൻഡ് ചെയ്യരുത് എന്ന് പാകിസ്ഥാൻ അതോറിറ്റീസിന് നിർബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ ആദ്യം ചെയ്തത് ഈ പെർമിഷൻ ഡിനൈ ചെയ്യുകയാണ് ചെയ്തത്. അതിനുശേഷം അവർ ലാഹോറിലേക്ക് വന്നുകൊണ്ടിരുന്ന മറ്റു വിമാനങ്ങളെല്ലാം തന്നെ ഡൈവേർട്ട് ചെയ്യുകയുണ്ടായി. അതിനുശേഷം ഈ ലാഹോർ എയർ സ്പേസ് ക്ലോസ് ചെയ്യുകയും ചെയ്തു. ക്യാപ്റ്റന് ഒരിക്കലും ലാഹോറിലേക്ക് ലാൻഡ് ചെയ്യാൻ സാധിക്കില്ല എന്ന് ആ സമയത്ത് മനസ്സിലായി. കാരണം എയർ സ്പേസ് ക്ലോസ് ചെയ്തു, അവർ പെർമിഷൻ ഡിനൈ ചെയ്യുകയും ചെയ്തു. ഈ കാര്യം അക്രമികളോട് പറഞ്ഞ സമയത്ത് എന്ത് തന്നെ ആയാലും ലാഹോറിൽ തന്നെ ലാൻഡ് ചെയ്യണം എന്നാണ് പൈലറ്റിനോട് ഇവർ ആവശ്യപ്പെട്ടത്. എന്നാൽ തനിക്കത് സാധിക്കില്ലെന്നും എയർ സ്പേസ് ക്ലോസ്ഡ് ആണ് എന്നും ക്യാപ്റ്റൻ പറയുകയുണ്ടായി. എന്നാൽ ഈ എയർക്രാഫ്റ്റിലെ ഇന്ധനം ആ സമയത്ത് തീർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അത് മനസ്സിലാക്കിയ അക്രമി എയർക്രാഫ്റ്റ് ഏതെങ്കിലും അടുത്ത എയർപോർട്ടിൽ ലാൻഡ് ചെയ്തതിനു ശേഷം റീഫ്യൂലിംഗ് ചെയ്തിട്ട് എയർക്രാഫ്റ്റ് പിന്നീട് ലാഹോറിലേക്ക് ലാൻഡ് ചെയ്യാം എന്നാണ് തീരുമാനിച്ചത്. അതിനുവേണ്ടി അടുത്തുള്ളൊരു എയർപോർട്ടിൽ എയർക്രാഫ്റ്റ് ലാൻഡ് ചെയ്യാൻ വേണ്ടി ഈ അക്രമി പൈലറ്റിനോട് ആവശ്യപ്പെടുകയും ചെയ്തു. അത് കേട്ട സമയത്ത് തീർച്ചയായിട്ടും ക്യാപ്റ്റന് സന്തോഷമായി, സമാധാനമായി. കാരണം ഏതെങ്കിലും ഒരു ഇന്ത്യൻ എയർപോർട്ടിൽ തനിക്ക് ലാൻഡ് ചെയ്യണമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെയും മനസ്സിലുണ്ടായിരുന്നത്. ഇന്ത്യൻ എയർപോർട്ടിൽ ലാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇന്ത്യൻ കമാൻഡോസ് എന്ത് തന്നെയായാലും ഈ ഹൈജാക്കിങ്ങിന് ഒരു തീരുമാനം ഉണ്ടാക്കുമെന്ന് ക്യാപ്റ്റൻ അറിയാമായിരുന്നു. ഇന്ത്യൻ ഗവൺമെന്റ് ഇടപെടും എന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ അമൃത്സർ ആണ് അദ്ദേഹം ലാൻഡ് ചെയ്യാൻ വേണ്ടി ആദ്യം തിരഞ്ഞെടുത്തത്. അതായിരുന്നു ആദ്യം അദ്ദേഹത്തിന് ഏറ്റവും അടുത്തുണ്ടായിരുന്ന എയർപോർട്ട്. അങ്ങനെ അമൃത്സറിലേക്ക് ഈ വിമാനം ലാൻഡ് ചെയ്യാൻ വേണ്ടി വരികയാണ്. ഈ സമയത്ത് ഇന്ത്യൻ ATCയും ഒക്കെ അറിയാമായിരുന്നു എയർക്രാഫ്റ്റ് ഹൈജാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നു, ഹൈജാക്ക് ചെയ്യപ്പെട്ട വിമാനമാണ് അമൃത്സറിലേക്ക് വരുന്നു എന്നുള്ളത്. ഈ സമയത്ത് ഇന്ത്യയിലെ അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന അടൽ ബിഹാരി വാജ്പേയിയുടെ നേതൃത്വത്തിൽ ഒരു ക്രൈസിസ് മാനേജ്മെന്റ് രൂപം കൊള്ളുകയും അവർ ഈ ഹൈജാക്കിനെ എങ്ങനെയെങ്കിലും റെസൊല്യൂഷൻ കണ്ടെത്തണമെന്ന് തീരുമാനിക്കുകയും ഇന്ത്യൻ കമാൻഡോസിനെ അമൃത്സർ എയർപോർട്ടിലേക്ക് അയക്കാൻ വേണ്ടി തീരുമാനിക്കുകയും ചെയ്തു. അവർ അമൃത്സറിലെ പോലീസിനെ അലേർട്ട് ചെയ്യുകയും ഇന്ത്യൻ കമാൻഡോസ്, നാഷണൽ സെക്യൂരിറ്റി ഗാർഡ് അവിടെ വരുന്നത് വരെ ഒരു ആക്ഷൻ എടുക്കരുത് എന്ന് ഈ പോലീസ് ഗ്രൂപ്പിനോട് അലേർട്ട് ചെയ്യുകയും ചെയ്തു. എന്നാൽ ഈ എയർക്രാഫ്റ്റ് ലാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ധനം കൊടുക്കുന്നത് വൈകിച്ച് എയർക്രാഫ്റ്റ് എങ്ങനെയെങ്കിലും അവിടെ തന്നെ കുറച്ച് സമയം നിർത്തിയിട്ടിരിക്കണം എന്നാണ് ഇവർ അമൃത്സറിലെ എയർപോർട്ട് അതോറിറ്റീസിനോട് ആവശ്യപ്പെട്ടത്. അങ്ങനെ എയർക്രാഫ്റ്റ് അമൃത്സറിൽ ലാൻഡ് ചെയ്തു. ലാൻഡ് ചെയ്ത എയർക്രാഫ്റ്റിൽ നിന്നും ക്യാപ്റ്റൻ ATCയെ കോൺടാക്ട് ചെയ്തു. തങ്ങൾക്ക് റീഫ്യൂലിംഗ് ചെയ്യണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. എന്നാൽ വളരെ സമയം കഴിഞ്ഞിട്ട് പോലും റീഫ്യൂലിംഗ് ചെയ്യുന്നതിനുള്ള യാതൊരു സംവിധാനങ്ങളും എയർപോർട്ട് അതോറിറ്റീസ് ചെയ്തില്ല. കാരണം ഈ എയർക്രാഫ്റ്റ് എങ്ങനെയെങ്കിലും NSG വരുന്നത് വരെ ഡിലേ ചെയ്യണം എന്ന് തന്നെയായിരുന്നു അവരുടെ മനസ്സിലുണ്ടായിരുന്നത്. അങ്ങനെ അരമണിക്കൂർ കഴിഞ്ഞിട്ട് പോലും എയർക്രാഫ്റ്റിൽ റീഫ്യൂൽ ചെയ്യാൻ വൈകുന്നത് കൊണ്ട് അക്രമികൾക്ക് സംശയം ഉണ്ടാകാൻ തുടങ്ങി. ഇത് ഇന്ത്യൻ കമാൻഡോസിന്റെ ഓപ്പറേഷന് വേണ്ടിയാണ് ഈ എയർക്രാഫ്റ്റ് ഇവിടെ നിർത്തിയിട്ടിരിക്കുന്നത് എന്ന് അവർക്കൊരു സംശയം ഉണ്ടാവുകയും അങ്ങനെ എയർക്രാഫ്റ്റ് റീഫ്യൂൽ ചെയ്തില്ലെങ്കിൽ പോലും ടേക്ക് ഓഫ് ചെയ്യാൻ അവർ ആവശ്യപ്പെടുകയും ചെയ്തു. റീഫ്യൂലിംഗ് വൈകുന്നത് കണ്ട അക്രമികൾ ക്യാബിനകത്ത് യാത്രക്കാരെ ആക്രമിക്കാൻ തുടങ്ങിയിരുന്നു. 2 യാത്രക്കാരെ മാരകമായി കുത്തി പരിക്കേൽപ്പിക്കുകയായിരുന്നു ഇവർ ആദ്യം ചെയ്തത്. അതിൽ ഒരാളായിരുന്നു നൃപൻ കട്ടിയാൽ. വൈഫ് രചനയുടെ കൂടെ നേപ്പാളിൽ നിന്നും ഹണിമൂൺ ആഘോഷിച്ചതിന് ശേഷം തിരിച്ചു വരികയായിരുന്നു അദ്ദേഹത്തിനെ വളരെ മാരകമായി കുത്തി പരിക്കേൽപ്പിക്കുകയുണ്ടായി. ക്യാബിൻ ക്രൂവിന് അദ്ദേഹത്തിനെ ചികിത്സിക്കണം എന്നുണ്ടായിരുന്നു അവരുടെ ഫസ്റ്റ് എയ്ഡ് കിറ്റ് വെച്ചിട്ട്. എന്നാൽ അതിന് ഈ അക്രമികൾ സമ്മതിക്കുകയുണ്ടായിരുന്നില്ല. അങ്ങനെ റീഫ്യൂലിംഗ് എങ്ങനെയെങ്കിലും പെട്ടെന്ന് ചെയ്തു തരണം എന്ന് ക്യാപ്റ്റൻ ഇന്ത്യൻ അതോറിറ്റീസിനോട് ആവശ്യപ്പെട്ടെങ്കിൽ പോലും അവരതിന് തയ്യാറായില്ല. അവർ NSG വരുന്നതിന് വേണ്ടിയിട്ടുള്ള വെയിറ്റ് ചെയ്യുകയായിരുന്നു. എന്നാൽ അക്രമികൾ, കോക്പിറ്റിനകത്തുണ്ടായിരുന്ന അക്രമി വളരെ പെട്ടെന്ന് എയർക്രാഫ്റ്റ് ടേക്ക് ഓഫ് ചെയ്യാൻ വേണ്ടി ക്യാപ്റ്റനോട് ആവശ്യപ്പെടുകയായിരുന്നു. മറ്റൊരു മാർഗവും ഇല്ലാതെയാണ് ക്യാപ്റ്റൻ അമൃത്സർ എയർപോർട്ടിൽ നിന്നും എയർക്രാഫ്റ്റ് ലാഹോർ ലക്ഷ്യമാക്കി പിന്നീടും ടേക്ക് ഓഫ് ചെയ്തത്. അങ്ങനെ ലാഹോറിലേക്ക് പിന്നീടും ഫ്ലൈ ചെയ്തുകൊണ്ടിരുന്ന എയർക്രാഫ്റ്റിൽ നിന്നും ക്യാപ്റ്റൻ ലാഹോർ ATCയോട് തങ്ങൾക്ക് ലാഹോർ ലാൻഡ് ചെയ്യണം എന്ന് ആവശ്യപ്പെട്ടു. എന്നാൽ ATC അപ്പോഴും ആ പെർമിഷൻ ഡിനൈ ചെയ്യുകയാണ് ചെയ്തത്. അപ്പോഴേക്കും രാത്രിയായിരുന്നു. അതുകൊണ്ട് തന്നെ നാവിഗേഷണൽ ലൈറ്റ്സ് എല്ലാം, അതുകൂടാതെ റൺവേ ലൈറ്റ്സും ഓഫ് ചെയ്യുകയാണ് ഈ ലാഹോർ ATC ആദ്യം ചെയ്തത്. അങ്ങനെ ക്യാപ്റ്റന് മനസ്സിലായി ഈ ലൈറ്റ്സ് എല്ലാം ഓഫ് ചെയ്താൽ ക്യാപ്റ്റൻ എയർക്രാഫ്റ്റ് വേറെ എങ്ങോട്ടെങ്കിലും ഡൈവേർട്ട് ചെയ്യും എന്നാണ് ആദ്യം ATC കരുതിയത്. എന്നാൽ ക്യാപ്റ്റന് വേറെ മാർഗ്ഗമൊന്നുമില്ലായിരുന്നു. അദ്ദേഹം ലാൻഡ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും എയർക്രാഫ്റ്റിലെ ഇന്ധനം തീരുകയും എയർക്രാഫ്റ്റ് എവിടെയെങ്കിലും തകർന്നു വീഴുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ക്യാപ്റ്റൻ എയർക്രാഫ്റ്റ് ലാൻഡ് ചെയ്യാൻ വേണ്ടി തന്നെ കൊണ്ടിരുന്നു ATCയുടെ ആ ഒരു പരിധിക്കുള്ളിലായിട്ട്. അങ്ങനെ അദ്ദേഹം കോക്പിറ്റിൽ നിന്ന് നോക്കിയ സമയത്താണ് വളരെ നീണ്ട ലൈറ്റിന്റെ ഒരു നിര അദ്ദേഹത്തിന് കാണാൻ സാധിച്ചത്. അവിടെ അദ്ദേഹത്തിന് എയർക്രാഫ്റ്റ് ലാൻഡ് ചെയ്യാമെന്ന് റൺവേ ആയിരിക്കുമെന്ന് അദ്ദേഹം വിചാരിച്ചു. എന്നാൽ അതൊരു ഹൈവേ ആയിരുന്നു. ഈ ഹൈവേയുടെ കുറച്ചു ദൂരം മുകളിൽ എത്തിയപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലായത് ഇത് ഹൈവേ ആണെന്നുള്ള കാര്യം. ഈ സമയത്താണ് ATCക്ക് മനസ്സിലായത് ക്യാപ്റ്റൻ എന്ത് തന്നെയായാലും എയർക്രാഫ്റ്റ് ലാൻഡ് ചെയ്യണം, അദ്ദേഹത്തിൻ്റെ അടുത്ത് വേറൊരു മാർഗവും ഇല്ല എന്നുള്ളത്.
അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് റൺവേ ലൈറ്റ് അവർ ഓൺ ചെയ്യുകയും ക്യാപ്റ്റന് ലാഹോറിൽ ലാൻഡ് ചെയ്യാനുള്ള പെർമിഷൻ കൊടുക്കുകയും ചെയ്തു. അങ്ങനെ എയർക്രാഫ്റ്റ് പാകിസ്ഥാനിലെ ലാഹോറിലാണ് ലാൻഡ് ചെയ്തത്. ഇന്ത്യൻ വിമാനം ലാഹോർ ലാൻഡ് ചെയ്തു എന്ന് മനസ്സിലാക്കി ഇന്ത്യൻ ഗവൺമെന്റ് ലാഹോർ അതോറിറ്റീസിനോട് എയർക്രാഫ്റ്റ് എന്ത് തന്നെയായാലും ടേക്ക് ഓഫ് ചെയ്യാൻ സമ്മതിക്കരുത് എന്ന് ആവശ്യപ്പെടുകയുണ്ടായി. ലാഹോർ അതോറിറ്റീസ് ഇത് ആദ്യം സമ്മതിച്ചില്ലെങ്കിൽ പോലും പിന്നീട് അവരെ യാത്രക്കാരെ ഹെൽപ്പ് ചെയ്യാൻ റെഡിയായി. അതിന് വേണ്ടിയിട്ട് ഇവർ ഹൈജാക്കേഴ്സിനോട് നെഗോഷിയേറ്റ് ചെയ്തത് കുറച്ച് കുട്ടികളെയും സ്ത്രീകളെയും വയസ്സായവരെയും അവിടെ ഡീപ്ലൈൻ ചെയ്യണമെന്നായിരുന്നു. എന്നാൽ ഇത് ഈ അക്രമികൾ സമ്മതിക്കുകയുണ്ടായിരുന്നില്ല. അതിന് പകരം അവർ എയർക്രാഫ്റ്റ് റീഫ്യൂൽ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ടു. റീഫ്യൂൽ ചെയ്ത എയർക്രാഫ്റ്റ് പിന്നീട് കാബൂളിലേക്ക് ടേക്ക് ഓഫ് ചെയ്യാനാണ് അവർ ആവശ്യപ്പെട്ടത്. എന്നാൽ അന്ന് രാത്രി ആയതുകൊണ്ട് തന്നെ കാബൂളിൽ രാത്രി എയർക്രാഫ്റ്റ് ലാൻഡ് ചെയ്യാനുള്ള സംവിധാനങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അത് അക്രമികളെ അറിയിച്ച് പൈലറ്റ് ആവശ്യപ്പെട്ടത് എയർക്രാഫ്റ്റ് എന്തായാലും കാബൂളിൽ ലാൻഡ് ചെയ്യാൻ സാധിക്കില്ല എന്നാണ്. അങ്ങനെ ലാഹോറിൽ നിന്നും ടേക്ക് ഓഫ് ചെയ്ത വിമാനം കാബൂളിലേക്കോ ഒമാനിലേക്കോ പോകുന്നതിന് പകരം UAE-യിലേക്കാണ് ഫ്ലൈ ചെയ്തത്. UAE-യിലെ എയർ ബേസിലാണ് എയർക്രാഫ്റ്റ് ലാൻഡ് ചെയ്തത്. ഈ UAE-യിലെ എയർക്രാഫ്റ്റ് ലാൻഡ് ചെയ്തു എന്നറിഞ്ഞ ഇന്ത്യൻ ഗവൺമെന്റ് അവിടേക്ക് ആദ്യം അവർ UAE-യോട് ആവശ്യപ്പെട്ടു അവരുടെ കമാൻഡോ ഓപ്പറേഷൻ നടത്തുന്നതിന് വേണ്ടിയിട്ട്. എന്നാൽ UAE അത് സമ്മതിച്ചില്ല. എന്നാൽ തങ്ങളുടെ ഇന്ത്യൻ കമാൻഡോസ് അവിടെ വന്ന് ഓപ്പറേഷൻ നടത്തിക്കൊള്ളാം, അതിന് വേണ്ടിയിട്ട് എയർക്രാഫ്റ്റ് അവിടെ ടേക്ക് ഓഫ് ചെയ്യാതെ വെയിറ്റ് ചെയ്യാൻ വേണ്ടി അനുവദിക്കണമെന്നായിരുന്നു അവർ പിന്നീട് ആവശ്യപ്പെട്ടത്. എന്നാൽ എയർക്രാഫ്റ്റിൽ നിന്നും കുറച്ച് യാത്രക്കാരെ ആ സമയത്ത് റിലീസ് ചെയ്യാം എന്ന അക്രമികൾ പറയുകയുണ്ടായി. അതിന് പരമായിട്ട് ഏകദേശം 27 യാത്രക്കാരെ അവർ ഡീപ്ലൈൻ ചെയ്യുകയുണ്ടായി. അതിനോടൊപ്പം തന്നെ നൃപൻ കട്ടിയാലിൻ്റെ അപ്പോഴേക്കും അദ്ദേഹം മരിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ മൃതശരീരവും അവരവിടെ ഡീപ്ലൈൻ ചെയ്യുകയുണ്ടായി. അതിനുശേഷം എയർക്രാഫ്റ്റ് അഫ്ഗാനിസ്ഥാനിലെ കണ്ടഹാറിലേക്ക് ഫ്ലൈ ചെയ്യാനാണ് പൈലറ്റ്സിനോട് അക്രമികൾ ആവശ്യപ്പെട്ടത്. അങ്ങനെ ഇന്ത്യൻ അതോറിറ്റീസിന് എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നതിന് മുൻപ് തന്നെ അവിടെ നിന്നും വീണ്ടും എയർക്രാഫ്റ്റ് ടേക്ക് ഓഫ് ചെയ്തിരുന്നു. ഈ പ്രാവശ്യം എയർക്രാഫ്റ്റ് പോയത് അഫ്ഗാനിസ്ഥാനിലെ കണ്ടഹാറിലേക്കാണ്. അങ്ങനെ എയർക്രാഫ്റ്റ് അഫ്ഗാനിസ്ഥാനിലെ കണ്ടഹാറിൽ ലാൻഡ് ചെയ്തു. അന്ന് അഫ്ഗാനിസ്ഥാൻ താലിബാൻ എന്ന സംഘടനയുടെ കീഴിലായിരുന്നു. ഈ ലാൻഡ് ചെയ്ത എയർക്രാഫ്റ്റിന് ചുറ്റും ആയുധധാരികളായ അക്രമികൾ വന്ന് വളയുകയുണ്ടായി. ഇവരെ കണ്ട യാത്രക്കാരും പൈലറ്റ്സും തീർച്ചയായിട്ടും ഭയചകിതരായി. അവർ ഭയപ്പെട്ടു. തങ്ങൾക്ക് ഇനി ഇവിടുന്ന് ഒരു മോചനം ഉണ്ടാവുമോ എന്ന് തന്നെ അവർ വിചാരിക്കുകയും ചെയ്തു. ഈ സമയത്ത് ഇന്ത്യ വിചാരിച്ചത് അഫ്ഗാനിസ്ഥാൻ എന്തായാലും ഇന്ത്യയുടെ കൂടെ നിൽക്കും എന്നുള്ളതാണ്. എന്നാൽ പിന്നീടാണ് മനസ്സിലായത് താലിബാൻ ISI എന്ന സംഘടനയ്ക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് എന്ന്. ഡിസംബർ 25-26 തീയതികളിലാണ് ഇന്ത്യ നെഗോസിയേഷൻ ആരംഭിച്ചത്. അന്നത്തെ വിദേശകാര്യമന്ത്രിയായിരുന്ന ജസ്വന്ത് സിംഗിന്റെ നേതൃത്വത്തിലായിരുന്നു ഈ ഒരു നെഗോസിയേഷൻ ആരംഭിച്ചത്. എന്നാൽ 27-ാം തീയതി നെഗോസിയേഷൻ ടീമിനെ തന്നെ ഇന്ത്യ താലിബാനിലേക്ക് അയക്കുകയുണ്ടായി. ഇന്ത്യൻ കമാൻഡോസിന് വെച്ചുള്ള ഒരു ഓപ്പറേഷൻ താലിബാൻ അതോറിറ്റീസ് സമ്മതിക്കുകയുണ്ടായിരുന്നില്ല. ഈ അക്രമികളുടെ ആവശ്യം അവർ ഇന്ത്യയോട് വ്യക്തമാക്കുകയുണ്ടായി. ഇന്ത്യയിലെ പല ജയിലുകളിലായിട്ട് കഴിയുന്ന 36 തടവുകാരെ മോചിപ്പിക്കുകയും അതിൻ്റെ ഒപ്പം തന്നെ $200 മില്യൺ അവർക്ക് കൊടുക്കണം എന്നുമായിരുന്നു ആവശ്യം. എന്നാൽ ആ സമയത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി ഇവരുടെ മുന്നിൽ തലകുനിക്കാൻ വേണ്ടി തയ്യാറായിരുന്നില്ല. നെഗോസിയേഷൻ പിന്നീടും നീണ്ടുപോയി. അതിനുശേഷം നെഗോസിയേഷന്റെ ഒടുവിൽ 3 തടവുകാരെ മാത്രം മോചിപ്പിക്കാം എന്നാണ് ഇന്ത്യ പറഞ്ഞത്. അക്രമികൾ അതിനോട് സമ്മതിക്കുകയും ചെയ്തു. അങ്ങനെ ഡിസംബർ 31-ാം തീയതിയാണ് ഈ ഹൈജാക്കിന് റെസൊല്യൂഷൻ ഉണ്ടായതും ഈ 3 തടവുകാരെ ഇന്ത്യ താലിബാന് കൈമാറുകയും ചെയ്തത്. അങ്ങനെ ഈ 3 തടവുകാരും ഈ താലിബാനിൽ എത്തിയതോടുകൂടി IC-814-ലെ എല്ലാ യാത്രക്കാരെയും ക്രൂവിനെയും ഉൾപ്പെടെ താലിബാനിൽ അവർ ഹൈജാക്ക് ചെയ്ത് കൊണ്ടുപോയ അക്രമികളെ മോചിപ്പിക്കുകയുണ്ടായി. ന്യൂ ഇയറിന് ഒരു ദിവസം മുൻപ് IC-814-ലെ പാസഞ്ചേഴ്സും ക്രൂ മെമ്പേഴ്സും ഡൽഹി വിമാനത്താവളത്തിൽ തിരിച്ചെത്തുകയുണ്ടായി. പക്ഷെ അപ്പോഴും എല്ലാവരുടെയും മനസ്സിൽ ഒരു ചോദ്യം മാത്രം ബാക്കിയായി. ഈ 3 പ്രിസണേഴ്സിനെ റിലീസ് ചെയ്ത ഇന്ത്യ ചെയ്തത് ഒരു വലിയ മിസ്റ്റേക്ക് ആയിരിക്കുമെന്നത്. പിന്നീട് അതൊരു വലിയ മിസ്റ്റേക്ക് ആയിരുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കാനും സാധിച്ചു. ഇന്ത്യയിൽ പല അറ്റാക്സും പിന്നീട് ചെയ്തത് ഈ 3 ഭീകരരിൽ പലരും ഒത്തുചേർന്നിട്ട് തന്നെയായിരുന്നു. ഈ IC-814 ഹൈജാക്ക് എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിലെ ആദ്യത്തെ ഹൈജാക്ക് അല്ല. ആദ്യത്തെ ഹൈജാക്ക് നടന്നത് ജാനുവരി 30, 1971-ലാണ്. ഇതിനുശേഷം ഒരുപാട് സെക്യൂരിറ്റി മെഷേഴ്സ് ഇന്ത്യ കൊണ്ടുവരികയുണ്ടായി. നേപ്പാളിലേക്കുള്ള വിമാന സർവീസ് തന്നെ ഇന്ത്യ നിർത്തിവെക്കുകയുണ്ടായി. നേപ്പാളിലെ മുഴുവൻ സെക്യൂരിറ്റിയും ഇന്ത്യൻ ഏജൻസിന് കൈമാറണം എന്നായിരുന്നു ഇന്ത്യ ആദ്യം ആവശ്യപ്പെട്ടത്. എന്നാൽ അത് നേപ്പാൾ അതോറിറ്റീസ് സമ്മതിച്ചില്ല. എങ്കിലും 5 മാസം കഴിഞ്ഞതിന് ശേഷം അവർ നെഗോസിയേഷൻ തയ്യാറാവുകയും എക്സ്റേ മെഷീൻസ് കൂടുതൽ അവിടെ ഫിറ്റ് ചെയ്യാമെന്നും അതുകൂടാതെ നേപ്പാളിൽ നിന്നും ഇന്ത്യയിലേക്ക് പുറപ്പെടുന്ന യാത്രക്കാർക്ക് ഒരു സെക്കൻഡറി ലാഡർ പോയിന്റ് ചെക്സ് വേണം എന്നുള്ള ഒരു ഇന്ത്യയുടെ ആവശ്യം അവർ അംഗീകരിക്കുകയും ചെയ്തു. അത് ചെയ്യേണ്ടത് ഇന്ത്യൻ സെക്യൂരിറ്റീസ് ആണ് എന്നും ഇന്ത്യ ആവശ്യപ്പെടുകയുണ്ടായി.
പിന്നീട് ഇന്ത്യയിൽ നിന്നും നേപ്പാളിലേക്ക് പോകുന്ന വിമാനങ്ങളിൽ സ്കൈ മാർഷൽസിനെയും അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയുണ്ടായി. അതിനുശേഷം ഒരുപാട് സെക്യൂരിറ്റി മെഷേഴ്സ് കൊണ്ടുവന്ന ഇന്ത്യ പിന്നീട് വളരെ സുരക്ഷിതമായിട്ടാണ് എല്ലാ നേപ്പാളിലേക്കുള്ള ഫ്ലൈറ്റ്സ് എല്ലാം തന്നെ പിന്നീട് ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോഴും ഈ സെക്യൂരിറ്റി മെഷേഴ്സ് എല്ലാം തന്നെ ഫോളോ ചെയ്യുന്നുണ്ട്. ഇപ്പം നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും, August 15 അതുപോലെ റിപ്പബ്ലിക് ഡേക്ക് എല്ലാം തന്നെ സാധാരണ സെക്യൂരിറ്റി സ്ക്രീനിങ് കഴിഞ്ഞ് നിങ്ങൾ എയർക്രാഫ്റ്റിലേക്ക് ബോർഡ് ചെയ്യുന്നതിന് മുൻപായിട്ട് ഒരു സെക്കൻഡറി ലാഡർ പോയിന്റ് ചെക്സ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത് എയർലൈൻ സെക്യൂരിറ്റിയാണ് കൂടുതൽ സമയത്തും ചെയ്യുന്നത്. അതെല്ലാം തന്നെ ഈ ഒരു ഹൈജാക്കിന് ശേഷം വന്ന കൂടുതൽ സെക്യൂരിറ്റി മെഷേഴ്സിൻ്റെ ഭാഗമായിട്ട് വന്ന പ്രൊസീജിയേഴ്സാണ്. അപ്പോൾ ഈ IC-814 എന്ന ഹൈജാക്ക് ആയിരുന്നു ഇന്ത്യൻ ഗവൺമെൻറ്റിനെ വളരെയധികം ക്രിട്ടിസൈസ് ചെയ്തൊരു ഹൈജാക്കും അതുപോലെ തന്നെ ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു ഹൈജാക്ക് എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നത്. പിന്നീട് ഞാൻ ഇടയ്ക്ക് ഒരു വീഡിയോയിൽ പറയുകയുണ്ടായി, നമ്മുടെ കോക്പിറ്റ് ഡോറിൻ്റെ ഡിസൈൻ അതെല്ലാം തന്നെ കുറച്ചുകൂടെ സ്ട്രെങ്തനിങ് ചെയ്തതും അതുപോലെ ബുള്ളറ്റ് പ്രൂഫ് ആക്കിയതും എല്ലാം തന്നെ 9/11 എന്ന് പറഞ്ഞ അമേരിക്കയിൽ നടന്ന അറ്റാക്കിന് ശേഷമാണ്. ആ അറ്റാക്കിൻ്റെ വീഡിയോസും ഞാൻ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ സമയം കിട്ടുന്ന സമയത്ത് കണ്ടു നോക്കണം. അപ്പോൾ ഇതായിരുന്നു IC-814 ഹൈജാക്കിൻ്റെ ചെറിയൊരു വീഡിയോ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയതെന്ന് വിചാരിക്കുന്നു. ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു സോ മച്ച്. ബൈ.